പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് 7 പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസുകാരനായ അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ വിജയിച്ചു. 1960-ൽ TA തോമസാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും അവസാനം വിജയിച്ച വ്യക്തി. പിന്നീട് വിവിധ മുന്നണികൾക്ക് ഒപ്പമുള്ള കേരള കോൺഗ്രസിന്റെ തേരോട്ടമായിരുന്നു പൂഞ്ഞാർ മണ്ഡലത്തിൽ. 1967 മുതൽ 77 വരെ കേരള കോൺഗ്രസിലെ MJ ജോർജ് ആയിരുന്നു പൂഞ്ഞാറിലെ MLA. 77 മുതൽ 80 വരെ കേരള കോൺഗ്രസിന്റെ VJ ജോസഫും 80 മുതൽ 87 വരെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന PC ജോർജുമായിരുന്നു പൂഞ്ഞാറിലെ ജനപ്രതിനിധികൾ. 87-ൽ ജനതാദളിലെ NM ജോസഫും 91 മുതൽ 96 വരെ കേരള കോൺഗ്രസിലെ ജോയി എബ്രാഹിമുമായിരുന്നു ഇവിടുത്തെ MLA മാർ. 1996 മുതൽ 2026 വരെ ഇടത് വലത് മുന്നണികളുടെയും സ്വതന്ത്രനായി നിന്ന് വിജയിച്ച PC ജോർജ് ആയിരുന്നു പൂഞ്ഞാറിലെ ജനപ്രതിനിധി. 2021 മുതൽ LDF മുന്നണിക്ക് ഒപ്പം നിന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കിലായിരുന്നു പൂഞ്ഞാറിലെ ജനപ്രതിനിധി. ഏറ്റവും ഒടുവിൽ 2026-ലെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ വിജയിക്കുമ്പോൾ 7 പതിറ്റാണ്ടിന് ശേഷം പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറുകയാണ്. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.